Hello dear students, welcome to mathroot. നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സിംഗുലാരിറ്റീസ് ആണ്. നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തു സിംഗുലാരിറ്റീസ് രണ്ട് ടൈപ്പ് ആണുള്ളത്, ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആൻഡ് നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. ഓക്കെ, ഇനി നമ്മൾ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി മൂന്ന് ടൈപ്പ് ഉണ്ട്. റിമൂവബിൾ സിംഗുലാരിറ്റി, പോൾ ആൻഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഓക്കെ, ഇതിൽ നമ്മൾ റിമൂവബിൾ സിംഗുലാരിറ്റി പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പോൾ, ഓക്കെ, അതേപോലെ എന്താണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഈ രണ്ട് കാറ്റഗറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതേപോലെ അതിൻ്റെ ചില എക്സാമ്പിൾസ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ഡെഫിനിഷൻ ഓഫ് പോൾ. ഇഫ് z is equal to a is an isolated singularity of f, then a is a pole of f if limit z tends to a mod f of z is equal to infinity. അതായത് z is equal to a എന്നുള്ള പോയിന്റ് ഒരു ഫംഗ്ഷൻ എഫിന്റെ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഒരു ഫംഗ്ഷൻ എഫിന്റെ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണിത് z is equal to a എന്നുള്ള പോയിന്റ്. ഇനി ഈ പോയിന്റിനെ നമ്മൾ പോൾ എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് z tends to a mod f of z is equal to infinity ആയിരിക്കണം. ഓക്കെ, ലിമിറ്റ് z tends to a mod f of z is equal to infinity ആയിരിക്കണം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെയും പറയാം, ലിമിറ്റ് z tends to a f of z is equal to infinity ആണെങ്കിൽ, ഓക്കെ, ലിമിറ്റ് z tends to a f of z is equal to infinity ആണെങ്കിൽ നമുക്ക് പറയാം f എന്നുള്ള ഫംഗ്ഷന്റെ ഒരു പോളാണ് ഇത് a എന്നുള്ള പോയിന്റ്. ഓക്കെ, if f has a pole at z is equal to a and m is the smallest positive integer such that f of z into z minus a whole raised to m has a removable singularity at z is equal to a, then f has a pole of order m at z is equal to a. ഓക്കെ, ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എഫ് എന്നുള്ള ഫംഗ്ഷന് z is equal to a എന്നുള്ള പോയിന്റിൽ ഒരു പോളുണ്ട്, അതിൻ്റെ ഓർഡർ m ആണെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? എം എന്നുള്ളത് എന്തായിരിക്കണം? സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് സെറ്റ് ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റൈസ്ഡ് ടു എമ്മിന് റിമൂവബിൾ സിംഗുലാരിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, സെഡ് ഇസ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിൽ എഫ് ഓഫ് സെറ്റ് ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റൈസ്ഡ് ടു എമ്മിന് റിമൂവബിൾ സിംഗുലാരിറ്റി ഉണ്ടാവാൻ വേണ്ടി ഉണ്ടാവുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജർ ഏതാണോ ഇവിടെ കൊടുക്കേണ്ടത് അതായിരിക്കും എന്ത്? നമ്മുടെ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഈ പോയിന്റിലുള്ള പോളിൻ്റെ ഓർഡർ. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, നമുക്കിത് വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം. ലിമിറ്റ് z tends to a z minus a whole raised to m into f of z, ഇത് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇത് നോൺ സീറോ വാല്യൂ ആയിട്ട് ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഉള്ള എമ്മിൻ്റെ എം എന്നുള്ളത് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. ആ നമ്പറിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ പോളിൻ്റെ ഓർഡർ ഏത് പോയിന്റിൽ? z is equal to a എന്നുള്ള പോയിന്റിൽ. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കണം? ഇത് ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം, അതേപോലെ നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് z tends to a z minus a whole raised to m in f of z ഫൈനൈറ്റ് ആയിട്ട് നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോഴുള്ള എമ്മിൻ്റെ നമ്പർ, എമ്മിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും എന്ത്? എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ z is equal to a എന്നുള്ള പോയിന്റിലെ പോളിൻ്റെ ഓർഡർ. ഓക്കെ, നമുക്ക് പോളിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് z is equal to z plus 1 by z square plus 2z. ഓക്കെ, ഇപ്പോൾ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, z plus 1 ഡിവൈഡ് ബൈ z square plus 2z-ന് z ഇൻറ്റു z plus 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത രണ്ട് വാല്യൂസ് ഏതൊക്കെയാണ്? z is equal to 0യും ഇവിടെ z എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് z plus 0 എന്നാണ്. ഓക്കെ, സോ ഇതെന്താണ് ശരിക്കും? z plus 1 ഡിവൈഡ് ബൈ z plus 0 ഇൻറ്റു z plus 2 ആണ്. ഓക്കെ, സോ നമുക്ക് പറയാം എന്ത്? 0യും -2 എന്താണ്? നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ രണ്ട് സിംഗുലർ പോയിന്റ്സ് ആണ്. ഓക്കെ, നമ്മുടെ ഈ ഫംഗ്ഷന്റെ രണ്ട് സിംഗുലർ പോയിന്റ്സ് ഏതൊക്കെയാണ്? ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവാത്ത രണ്ട് പോയിന്റ്സ് ഏതൊക്കെയാണ്? 0യും
-2 ആണ്. ഓക്കെ, ഇനി ആ 0യും -2ഉം നമുക്ക് പോളാണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം z = 0 എന്നുള്ളത് നമ്മളെ a എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ z = a എന്നുള്ള പോയിന്റ്, a മീൻസ് എന്താണ്? 0 ആണ്. സോ z = 0 നമ്മൾ ചെക്ക് ചെയ്യാം. ലിമിറ്റ് z ടെൻഡ്സ് ടു 0 f of z ലിമിറ്റ് z ടെൻഡ്സ് ടു 0 f of z എന്താണ്? z + 1/z² + 2z. ഇതെന്താണ്? നമ്മൾ z ടെൻഡ്സ് ടു 0 അപ്ലൈ ചെയ്താൽ എന്താ വരിക? ഇൻഫിനിറ്റി വരും. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതെന്താണ്? z = 0 എന്നുള്ള പോയിന്റ് എന്താണ്? ഒരു പോളാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, പോളാണ്. ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? z = ഇനി ഏതാണ് പോയിന്റ്? -2 എന്നുള്ള പോയിന്റ്. അത് ഈ സിംഗുലർ പോയിന്റ് പോളാണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇതേപോലെ ലിമിറ്റ് z ടെൻഡ്സ് ടു 0 പോലെ ലിമിറ്റ് z ടെൻഡ്സ് ടു -2 f of z = ലിമിറ്റ് z ടെൻഡ്സ് ടു -2 z + 1/z² + 2z. ഓക്കെ, എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? z = -2 എന്നുള്ളത് ഫംഗ്ഷൻ എഫിന്റെ പോളാണ്. സോ രണ്ട് സിംഗുലർ പോയിന്റ്സ് ഉണ്ട് നമുക്ക് കിട്ടി. രണ്ടും എന്താണ്? പോളാണ്. 0യും z = 0യും z = -2 എന്താണ്? പോളാണ്. ഇനി പോളിന്റെ ഓർഡർ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇവിടെ പോളിന്റെ ഓർഡർ നിങ്ങൾ ജസ്റ്റ് ഒരു ഐഡിയ മനസ്സിലാക്കി മതി. ഇവിടെ പവർ എത്രയാണെന്ന് നോക്കുക, അതായിരിക്കും ജസ്റ്റ് പോളിന്റെ ഓർഡർ. ഇവിടെ ഇതിന്റെ പവർ എത്രയാണ്? 1 ആണ്. ഇവിടെ ഇതിന്റെ പവർ 1 ആണ്. സോ z = 0 എന്നുള്ള പോളിന്റെ ഓർഡർ 1 ആണ്. z = -2 എന്നുള്ള പോളിന്റെ ഓർഡർ 1 ആണ്. ഇനി നമുക്ക് നമ്മൾ പഠിച്ച തിയറി വെച്ച് എങ്ങനെ ഡിസ്കസ് ചെയ്യാം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലിമിറ്റ് z ടെൻഡ്സ് ടു a z - a ഹോൾ റൈസ്ഡ് ടു m × f of z ഫൈനൈറ്റ് ആയിട്ട് നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോഴുള്ള എമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിന്റെ ഓർഡർ എന്ന് പറയുന്നത്. സോ നമ്മൾ ലിമിറ്റ് z ടെൻഡ്സ് ടു നമ്മൾ 0 ചെക്ക് ചെയ്താൽ ലിമിറ്റ് z ടെൻഡ്സ് ടു 0 z - 0 ഹോൾ റൈസ്ഡ് ടു m × f of z. ഇവിടെ f of z എന്താണ്? z + 1 ഡിവൈഡ് ബൈ ഇവിടെ z × z + 2 z × z + 2. ഓക്കെ, സോ ലിമിറ്റ് z ടെൻഡ്സ് ടു 0 z - 0 ഹോൾ റൈസ്ഡ് ടു m എന്ന് പറയുമ്പോൾ z റൈസ്ഡ് ടു m ആണ്. z റൈസ്ഡ് ടു m × z + 1 ഡിവൈഡ് ബൈ z × z + 2. നമുക്ക് ഈ വാല്യൂ ഫൈനൈറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇവിടെ z ന് എന്ത് വാല്യൂ കൊടുക്കണം? നമ്മൾ z നല്ല m എന്ത് വാല്യൂ കൊടുക്കണം? നമ്മൾ m ന് 1 കൊടുക്കുക. ഓക്കെ, സോ ലിമിറ്റ് z ടെൻഡ്സ് ടു 0 z × z + 1 ബൈ z × z + 2. സോ z ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ലിമിറ്റ് z ടെൻഡ്സ് ടു 0 കൊടുക്കുമ്പോൾ എന്താ വരിക? 0 + 1 ഡിവൈഡ് ബൈ 0 + 2 നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. സോ 1/2 എന്താണ്? ഫൈനൈറ്റ് വാല്യൂ ആണ്, നോൺ സീറോ ആണ്, കോംപ്ലക്സ് നമ്പർ ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്താണ്? നമുക്കെന്ത് പറയാൻ പറ്റും? 0 എന്നുള്ള ഈ പോളിന്റെ ഓർഡർ എന്താണ്? നമ്മളിവിടെ m ന് എന്തായിരുന്നു കൊടുത്തിരുന്നത്? 1 ആണ്. സോ പോളിന്റെ ഓർഡർ എന്താണ്? 1 ആണ്. ഓക്കെ, സോ m ഇവിടെ 1 ആണ്. സോ 0 എന്നുള്ള പോളിന്റെ ഓർഡർ 1 ആണ്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? -2ന്റെ പോളിന്റെ ഓർഡർ ഇതേപോലെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. അവിടെ ക്യാൻസൽ ചെയ്യുന്നത് ഇവിടെ z ആയിരിക്കില്ല, ഈ z + 2 എന്ന ടേം ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ തിയററ്റിക്കലി നോക്കുമ്പോൾ ഇത് കുറച്ച് ചെയ്യാനുണ്ടാവും. പക്ഷെ നമ്മൾ ഐഡിയ ഇതാണ്. ഇവിടെ ഇതിന്റെ പവർ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഡിനോമിനേറ്റേഴ്സിലെ പവേഴ്സ് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഡിനോമിനേറ്റേഴ്സിലെ സിംഗുലാരിറ്റീസിന്റെ പവേഴ്സ് എന്താണോ അതായിരിക്കും അതിന്റെ പോളിന്റെ ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ f of z = 1/z² × z - 2 ഹോൾ ക്യൂബ്. സോ നമുക്ക് പറയാൻ പറ്റും ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത രണ്ട് പോയിന്റ്സ് ഏതൊക്കെയാണ്? z = 0 ഉണ്ട്, അതേപോലെ z = 2. ഈ രണ്ട് പോയിന്റ്സിലാണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്തത്. സോ രണ്ട് സിംഗുലാരിറ്റീസ് ആണ് ഇത്, 0യും 2യും. ഇനി ഇത് പോളാണോ ചെക്ക് ചെയ്യാൻ ചെയ്താൽ മതി. ജസ്റ്റ് ലിമിറ്റ് z ടെൻഡ്സ് ടു ആദ്യം നമ്മൾ 0ന്റെ ചെക്ക് ചെയ്യുക. ലിമിറ്റ് z ടെൻഡ്സ് ടു 0 f of z. ഓക്കെ, അതായത് ലിമിറ്റ് z ടെൻഡ്സ് ടു 0 f of z മീൻസ് 1/z² × z - 2 ഹോൾ ക്യൂബ്. ഇൻഫിനിറ്റി ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് മീൻസ് 0 എന്നുള്ള എന്താണ്? ഫംഗ്ഷൻ എഫിന്റെ ഒരു പോളാണ്. അതേപോലെ നമുക്ക് z = 2 ചെയ്താലും എന്താണ് നമുക്ക് കിട്ടുന്നത്? ലിമിറ്റ് z ടെൻഡ്സ് ടു 2
എഫ് ഓഫ് സെറ്റ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ ഈ രണ്ട് പോയിന്റ്സും രണ്ട് സിംഗുലാരിറ്റീസ് എന്താണ്? പോൾസ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇനി z=0 എന്നുള്ള പോളിന്റെ ഓർഡർ എന്താണ്? ഇതിന്റെ ഓർഡർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 2 ആണ്. സോ ഇതിന്റെ ഓർഡർ 2 ആയിരിക്കും. അതേപോലെ z= അടുത്ത സിംഗുലാരിറ്റി അടുത്ത പോൾ 2 ആണ്. ഇതിന്റെ ഓർഡർ എന്താണ്? ഇവിടെ പവർ നോക്കിയാൽ മതി, 3 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ 0ന്റെ കേസിൽ നമുക്ക് എങ്ങനെ ഓർഡർ 2 ആണെന്ന് കിട്ടുന്നത്? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ലിമിറ്റ് z ടെൻഡ്സ് ടു 0 z minus a whole raised to m. That means z minus 0 whole raised to m into f of z. This is equal to limit z tends to 0 z minus 0 whole raised to m എന്ന് പറയുമ്പോൾ z raised to m into f of z എന്താണ്? 1 by z square into z minus 2 whole cube. ഓക്കെ, ഇനി ഇവിടെ ഈ ലിമിറ്റ് നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ എമ്മിന് എന്ത് വാല്യൂ കൊടുക്കണം? അതായത് ഇത് ഫൈനൈറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതും ക്യാൻസൽ ചെയ്ത് പോകണം. നമ്മൾ എമ്മിന് എന്ത് കൊടുക്കണം? എമ്മിന് 2 കൊടുക്കണം. എമ്മിന് 2 കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? z സ്ക്വയറും ക്യാൻസൽ ചെയ്യും. ലിമിറ്റ് z ടെൻഡ്സ് ടു 0 1 by z minus 2 ഹോൾ സ്ക്വയർ എന്താവും? 1 by 0 minus 2 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ 1 by minus 2 ഹോൾ ക്യൂബ് എന്ന് വരും. ഒരു നെഗറ്റീവ് ഫ്രാക്ഷൻ കിട്ടും നമുക്ക്. ഓക്കെ, സോ നമുക്ക് എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ അവിടെ എമ്മിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഏതാണ്? 2 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് 0ന്റെ ഓർഡർ 0 എന്നുള്ള പോളിന്റെ ഓർഡർ 2 ആണ്. അതേപോലെ നമ്മൾ ലിമിറ്റ് z ടെൻഡ്സ് ടു 2 അടുത്ത പോളിന്റെ ഓർഡർ കാണുമ്പോൾ നമുക്ക് ഇതേപോലെ 3 കിട്ടും. ഓക്കെ, ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിയിലുള്ള തേർഡ് കാറ്റഗറിയാണ് ഏത്? എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഓക്കെ, if an isolated singularity is neither a pole nor a removable singularity, it is called an essential singularity. നമ്മൾ എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഈ പോളിൻ്റെയും റിമൂവബിൾ സിംഗുലാരിറ്റിയെയും കണക്ട് ചെയ്തിട്ടാണ്. ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി നമുക്കറിയാം, ഒന്നുകിൽ എന്തായിരിക്കും? അത് റിമൂവബിൾ ആയിരിക്കും, അല്ലെങ്കിൽ പോൾ ആയിരിക്കും. ഇനി അത് രണ്ടും അല്ലാത്ത കേസ് വരാം. അത്തരം സിംഗുലാരിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഇനി ഇത് നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഇപ്പം എഫ് എന്നുള്ള ഫംഗ്ഷന് z=a എന്നുള്ള പോയിന്റിൽ ഓക്കെ എന്തുണ്ട്? ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ഉണ്ട്. ഓക്കെ, z=a എന്നുള്ളത് എഫ് എന്നുള്ള ഫംഗ്ഷന്റെ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനി ഈ പോയിന്റ് ഫംഗ്ഷന്റെ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഓക്കെ, ഈ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിയെ എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് z ടെൻഡ്സ് ടു a f of z എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല, ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, സോ ലിമിറ്റ് z ടെൻഡ്സ് ടു a f of z ഡസ് നോട്ട് എക്സിസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് എന്നുള്ള ഫംഗ്ഷന്റെ z=a എന്നുള്ള പോയിന്റുള്ള ഈ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്താണ്? അതൊരു എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ z=a എന്നുള്ള പോയിന്റ് എന്താണ്? ഫംഗ്ഷന്റെ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആവുന്ന കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് z ടെൻഡ്സ് ടു f of z എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് എസെൻഷ്യൽ സിംഗുലാരിറ്റിയുടെ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. കൺസിഡർ ദി ഫംഗ്ഷൻ f of z e raised to 1/z. ഓക്കെ, ഇപ്പം നമുക്കറിയാം z=0 എന്നുള്ള പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് 0 എന്നുള്ള പോയിന്റിൽ ഇതിൻ്റെ ലിമിറ്റ് ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ലിമിറ്റ് z ടെൻഡ്സ് ടു 0 f of z. This is equal to limit z tends to 0 e raised to 1/z. Okay, so ഇതെന്തായിരിക്കും വരുന്നത്? e raised to 1/z എന്ന് പറയുമ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്താണ് വരുന്നത്? ഇൻഫിനിറ്റി. അപ്പോൾ e raised to ഇൻഫിനിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റാണ് വരുന്നത്. നമുക്കറിയാം റിയലിൻ്റെ കേസിൽ ഓക്കെ ലിമിറ്റ് z x tends to 0. നമ്മൾ റിയൽ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് എന്തായിരിക്കും? ഇ റൈസ് ടു 1/x എന്തായിരിക്കും? നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു 1/x എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്നൊരു കൺസെപ്റ്റാണ്. അത് ഇൻഫിനിറ്റി ആയിട്ട് നിൽക്കും.
ഓക്കെ. സോ റിയൽ കേസിൽ ഇ റേസ് ടു 1/x-ന്റെ 0 എന്നുള്ള പോയിന്റുള്ള ലിമിറ്റ് എന്താണ്? ഇൻഫിനിറ്റി ആയിരിക്കും. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മളെ വേരിയബിൾസ് എന്താണ്? കോംപ്ലക്സ് ആണ്. നമ്മൾ പ്ലെയിനിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ്? ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്. 1/z എന്ന് പറയുമ്പോൾ 1/x + iy ഉണ്ട്. ഓക്കെ. സോ നമ്മൾ അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒന്നിനെ കോൺസ്റ്റന്റ് ആയി നിർത്തി, ഇപ്പോൾ എക്സിനെ കോൺസ്റ്റന്റ് ആയി നിർത്തി വൈൻ്റെ ലിമിറ്റ് കാണുക, അതേപോലെ അടുത്ത കേസിൽ വൈനെ കോൺസ്റ്റന്റ് ആയി നിർത്തി എക്സിൻ്റെ ലിമിറ്റ് കാണുക. ആ രണ്ട് ലിമിറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ കാര്യം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രൂഫ് സഹിതം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. സോ ഈ വാല്യൂ എന്ത് ചെയ്യില്ല? രണ്ട് ലിമിറ്റും ഡിഫറെൻ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യില്ല? എക്സിസ്റ്റ് ചെയ്യില്ല. സോ ലിമിറ്റ് എന്ത് ചെയ്യില്ല? എക്സിസ്റ്റ് ചെയ്യില്ല. ഇതെന്താണ്? ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. സോ നമ്മൾ ബൈ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? z = 0 എന്നുള്ളത് എന്താണ്? നമ്മുടെ ഈ ഫംഗ്ഷന്റെ f(z) = e⁻1/z എന്നുള്ള ഫംഗ്ഷന്റെ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണെന്ന് പറയാം. കാരണം എന്താ? ലിമിറ്റ് z → 0 f(z) എന്തല്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പോയിന്റ് ഫംഗ്ഷന്റെ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. ഓക്കെ. സോ അങ്ങനെ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത ഏത് പോയിന്റ് ആണോ ആ പോയിന്റ് നമ്മൾ എന്തായിരിക്കും? ഫംഗ്ഷന്റെ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ. സോ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലിമിറ്റ് z → 0 e⁻1/z എക്സിസ്റ്റ് ചെയ്യില്ല. പക്ഷേ ലിമിറ്റ് x → 0 e⁻1/x ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ. ഇത് നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. പ്രൊപ്പോസിഷൻ: if G is a region with A in G and if F is analytic on G minus singleton A with a pole at Z = A, then there is a positive integer M and an analytic function G from capital G into C such that f(z) = g(z/z-a)(m). ഓക്കെ. ഈ ഒരു പ്രൊപ്പോസിഷൻ്റെ ഐഡിയ, അതേപോലെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രൂഫ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. ഓക്കെ. നമുക്കൊരു റീജിയൺ ഉണ്ട്. ആ റീജിയനിലുള്ള ഒരു പോയിന്റ് ആണ് എ. ഓക്കെ. ഇനി എഫ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? ജി മൈനസ് സിംഗിൾട്ടൺ എന്നുള്ള റീജിയനിൽ അനാലിറ്റിക് ആണ്. അതായത് ആ റീജിയനിൽ എ എന്നുള്ള പോയിന്റിനെ റിമൂവ് ചെയ്താൽ ആ റീജിയനിൽ എന്തായിരിക്കും? ഫംഗ്ഷൻ എഫ് അനാലിറ്റിക് ആയിരിക്കും. ഓക്കെ. അതേപോലെ എ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ എഫിന് എന്തുണ്ട്? ഒരു പോൾ ഉണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷനുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എം എക്സിസ്റ്റ് ചെയ്യും. അതേപോലെ ഈ റീജിയൻ ജിന്ന് സിയിലേക്ക് ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ജി എക്സിസ്റ്റ് ചെയ്യും. അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? ഈ എഫിനെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? F = g/z-a എന്നുള്ള രീതിയിൽ നമുക്ക് എഫിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ഒരു പോസിറ്റീവ് എമ്മും ജി എന്നുള്ള ഒരു അനാലിറ്റിക് ഫംഗ്ഷനും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ. നമുക്ക് ഇതിൻ്റെ ഐഡിയ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ജി എന്നുള്ള റീജിയൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോംപ്ലക്സ് പ്ലെയിൻ സീനെ തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ. സി എന്നുള്ള റീജിയൻ ആണ്. ഇവിടെ എ എന്നുള്ള പോയിന്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് 0 എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ എഫ് എന്നുള്ള അനാലിറ്റിക് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജി മൈനസ് എയിൽ എഫ് അനാലിറ്റിക് ആയിരിക്കണം. ഓക്കെ. സോ ജി മൈനസ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? ജി മൈനസ് എ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ജി എന്നുള്ളത് സി ആണ്. സി മൈനസ് എ എന്ന് പറയുമ്പോൾ എന്താണ്? സിംഗിൾട്ടൺ 0. ഓക്കെ. അപ്പോൾ സി മൈനസ് 0ൽ അനാലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എക്സാമ്പിൾ ഏതാണ്? f(z) = 1/z. f(z) = 1/z. ഇതെന്താണ്? 0 എന്നുള്ള പോയിന്റ് അല്ലാത്ത ബാക്കി എല്ലാ പോയിന്റ്സിലും എന്താണ്? അനാലിറ്റിക് ആണ്. ഓക്കെ. സോ നമ്മുടെ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. സി എന്നുള്ള റീജിയൻ ആണ്. 0 എന്നുള്ള എന്താണ്? സി കോംപ്ലക്സ് പ്ലെയിനിലെ ഒരു പോയിന്റ് ആണ്. ജി മൈനസ് എൽ, അതായത് സി മൈനസ് 0ൽ f(z) = 1/z എന്താണ്? അനാലിറ്റിക് ആണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എമ്മും ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ജി എക്സിസ്റ്റ് ചെയ്യും. അതിനെ ഈ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അതെങ്ങനെ ഫൈൻഡ് ചെയ്യാം? സോ നമ്മുടെ ഫംഗ്ഷൻ f(z) = 1/z ആണ്. ഇവിടെ 1 പകരം ആരാണുള്ളത്? g(z) ആണ്. ഓക്കെ. സോ നമ്മളെ g(z) ആരാണ്? 1 ആണ്. ഇനി ഇവിടെ z, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എ ആരാണ്? എ എന്നുള്ള പോയിന്റ് എന്താണ്? 0 ആണ്. സോ z - 0 എന്ന് എഴുതാം. ഇതിനെ ഈ z നമുക്ക് എങ്ങനെ എഴുതാം? z - 0 എന്ന് എഴുതാം. ഓക്കെ. ഇനി ഇവിടെ എം ആയിട്ട് ആരെ ചൂസ് ചെയ്യുക? ഇവിടെ എന്താണ് പവർ? 1/z നമുക്ക് 1/z - 0 എന്ന് എഴുതാം. അതിനെ 1/z - 0 ഹോൾ പവർ 1 എന്ന് എഴുതാം. ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ എം എന്താണ്?
1 ആണ്. ജി ഓഫ് സെറ്റ് എന്താണ്? കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ജി ഓഫ് സെറ്റ് എന്താണ്? 1 ആണ്. സോ എം എന്നുള്ളൊരു പോസിറ്റീവ് ഇൻറ്റിജർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റി. അതേപോലെ ജി ഓഫ് സെറ്റ് ഇസിക്കൽ 1 എന്നുള്ള ഫംഗ്ഷൻ അത് അനാലിറ്റിക് ആണ്. കാരണം എന്താ? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഒക്കെ എന്താണ്? അനാലിറ്റിക് ആണ്. ഇത് സിയിലേക്ക് തന്നെയുള്ള കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. സോ അതെന്താണ്? അനാലിറ്റിക് ആണ്. ഓക്കെ. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ, ഈ പ്രൊപ്പോഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ പ്രൂഫ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ. ഡെഫിനിഷൻ: ലെറ്റ് എഫ് ഹാവ് എ പോൾ ഓഫ് ഓർഡർ എം അറ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു എ ആൻഡ് put f of z is equal to g of z by z minus a all raised to m. Okay. Since G is analytic in a disk BAR, it has a power series expansion about A. Let g of z is equal to am plus am minus 1 into z minus a plus am minus 2 into z minus a all raised to 2 plus etc. plus a1 into z minus a all raised to m minus 1 plus z minus a all raised to m into summation k from 0 to infinity ak into z minus a all raised to k. നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? എഫ് എന്നുള്ള ഫംഗ്ഷന് എ എന്നുള്ള പോയിന്റിൽ ഒരു പോൾ ഉണ്ട്. ആ പോളിൻ്റെ ഓർഡർ എം ആണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ. എഫ് എന്നുള്ള ഫംഗ്ഷന് സെറ്റ് ഇസ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിൽ എം ഓർഡറുള്ള ഒരു പോൾ ഉണ്ട്. സോ തൊട്ട് മുമ്പത്തെ പ്രപ്പോസിഷൻ പ്രകാരം എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ജി ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് എ ഹോൾ പവർ എം എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്കറിയാം ഇതിലെ ജി ഓഫ് സെറ്റ് എന്തായിരിക്കും? പ്രപ്പോസിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ജി ഓഫ് സെറ്റ് എന്തായിരിക്കും? ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ. സോ ജി അനാലിറ്റിക് ആണ്. ഏത് ഡിസ്കിൽ? എ സെൻട്രൈറ്റ് ആർ റേഡിയസിലുള്ള ഒരു ഡിസ്കിൽ അനാലിറ്റിക് ആണ്. അത്തരം ഒരു ഫംഗ്ഷൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. ഒരു ഡിസ്കിൽ അനാലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്തുണ്ടായിരിക്കും? പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. ഏത് പോയിന്റിൽ? ഏത് പോയിന്റ് ആണോ നമ്മൾ സെൻട്രൈറ്റ് എടുത്ത് ആ പോയിന്റിൽ വെച്ചിട്ട് എന്തുണ്ടായിരിക്കും? ഒരു പവർ സീരീസ് ഉണ്ടായിരിക്കും. സോ ജി ഓഫ് സെറ്റിന്റെ പവർ സീരീസ് നമ്മൾ ഈ ഒരു സീരീസ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ. ഇവിടെ എം എം മൈനസ് 1 ഒക്കെ എന്താണ്? എന്തെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ. സോ നമുക്ക് ഈ രീതിയിലുള്ളൊരു ഇൻഫിനിറ്റ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ട് ജി ഓഫ് സെറ്റിന്. ഓക്കെ. ഇത് നമുക്കറിയാം എഫ് ഓഫ് സെറ്റ് എന്താണ്? ജി ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് ഹോൾ പവർ എം ആണ്. സോ ജി ഓഫ് സെറ്റിലെ ഓരോ ടേംസിനെയും നമ്മൾ സെറ്റ് മൈനസ് ഹോൾ പവർ എം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആര് കിട്ടും? എഫ് ഓഫ് സെറ്റ് കിട്ടും. സോ ജി ഓഫ് സെറ്റിലെ ഓരോ ടേമിന് നമ്മൾ എന്ത് ചെയ്യുക? സെറ്റ് മൈനസ് ഹോൾ പവർ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. സോ ഫസ്റ്റ് ടേമിന് സെറ്റ് മൈനസ് ഹോൾ പവർ എം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ പ്ലസ് അടുത്ത ടേമിന് നമ്മൾ എന്ത് ചെയ്യുക? സെറ്റ് മൈനസ് ഹോൾ പവർ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് നമ്മളിവിടെ എഴുതിയിട്ടില്ല. എക്സെട്ര. നമ്മൾ ഈ ലാസ്റ്റ് ടേമിനെ ഇതിനെ സെറ്റ് മൈനസ് ഹോൾ പവർ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ a1 ബൈ സെറ്റ് മൈനസ് എന്ന് വരും. പ്ലസ് ഇനി ഈ ടേമിന് നമ്മൾ സെറ്റ് മൈനസ് ഹോൾ പവർ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെറ്റ് മൈനസ് ഹോൾ പവർ എമ്മിൻ്റെ മേലെയും താഴെയുള്ള പവേഴ്സ് ആ ടേംസ് എന്തെങ്കിലും ക്യാൻസൽ ആവും. ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഇൻഫിനിറ്റ് സീരീസിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനെ ജസ്റ്റ് നമ്മൾ g1 ഓഫ് സെറ്റ് എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് സെറ്റിന് ഈ രീതിയിലുള്ളൊരു ഫൈനൈറ്റ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇൻഫിനിറ്റ് എക്സ്പാൻഷൻ ഉണ്ടെന്ന് നമുക്ക് കിട്ടി. ഓക്കെ. ഇതിലുള്ള g1 എന്നുള്ള ആരാളാണ്? ഇതാണ് നമ്മുടെ g1 കേട്ടോ. ഓക്കെ. സോ ഇവിടെ g1 എന്താണ്? BARൽ, അതായത് എ സെൻട്രൈറ്റ് ആർ റേഡിയസിലുള്ള ഈ ഡിസ്കിൽ g1 എന്നുള്ള ഈ ഫംഗ്ഷൻ, അതായത് ഈ സീരീസ് എന്താണ്? അനാലിറ്റിക് ആണ്. അതേപോലെ എം എന്താണ്? നോൺ സീറോ ആണ്. ഓക്കെ. എം നോൺ സീറോ ആയാലും ഇവിടെ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ ഫൈനൈറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. ഓക്കെ. സോ എഫ് ഓഫ് സെറ്റിന് ഈ രീതിയിലുള്ളൊരു എക്സ്പാൻഷൻ ഉണ്ട്. ഓക്കെ. സോ കണ്ടീഷൻ എത്രയൊക്കെയാണ്? എഫ് എന്നുള്ള ഫംഗ്ഷന് z ഇസിക്കൽ ടു എ എന്നുള്ള പോയിന്റിൽ, ഓക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എഫ് എന്നുള്ള ഫംഗ്ഷന് z ഇസിക്കൽ ടു എ എന്നുള്ള പോയിന്റിൽ എം ഓർഡർ ഉള്ള ഒരു പോൾ ഉണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനം എവിടെ എത്തി? എഫ് ഓഫ് സെറ്റിന് എങ്ങനെ എഴുതാം? എഫ് ഓഫ് സെറ്റ് ഇസിക്കൽ ടു എ എം ബൈ സെറ്റ് മൈനസ് ഹോൾ പവർ എം പ്ലസ് എ എം മൈനസ് 1 ബൈ സെറ്റ് മൈനസ് എ ഹോൾ പവർ എം മൈനസ് 1 പ്ലസ് എക്സെട്ര എ 1 ബൈ സെറ്റ് മൈനസ് എ പ്ലസ് g1 ഓഫ് സെറ്റ്. ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു പാർട്ട് എ എം ബൈ സെറ്റ് മൈനസ് എ ഹോൾ പവർ എം മുതൽ a1 ബൈ സെറ്റ് മൈനസ് എ വരെയുള്ള ഈ ഒരു പാർട്ടിനെയാണ് എഫ് എന്നുള്ള ഫംഗ്ഷന്റെ സിംഗുലർ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. സിംഗുലർ പാർട്ട്. ഓക്കെ. അപ്പോൾ എഫ് എന്നുള്ള ഫംഗ്ഷന്റെ, ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും, അതായത് എം ഓർഡറിലെ എ എന്നുള്ള പോയിന്റിൽ എം ഓർഡറിലെ പോലുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എങ്കിൽ ആ എഫിന്റെ സിംഗുലർ പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു പാർട്ടായിരിക്കും. ഓക്കെ.
അപ്പോൾ ഇതാണ് സിംഗുലർ പാർട്ടിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ സിംഗുലർ പാർട്ടിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സിംഗുലർ പാർട്ട് കാര്യങ്ങൾ, അതേപോലെ പോള്, അതേപോലെ റിമൂവബിൾ സിംഗുലാരിറ്റി, എസെൻഷ്യൽ സിംഗുലാരിറ്റി, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് അപ്കമിങ് ലെക്ചേഴ്സിൽ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ലോറൻസ് സീരീസിൻ്റെ എക്സ്പാൻഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, അതുമായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ.